സാംസങ് യൂസേഴ്സിനും ഒപ്പോ യൂസേഴ്സിനും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. സാംസങ്ങിലും ഒപ്പോയിലും എയർ ഡ്രോപ്പ് ഫീച്ചർ വന്നിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് മാക്ബുക്ക്, ഐപാഡ്, ഐഫോൺ അങ്ങനെ എല്ലാ ആപ്പിൾ ഡിവൈസിലേക്കും ഫോട്ടോസും ഫയൽസും ഈസി ആയി ട്രാൻസ്ഫർ ചെയ്യാം. ഗൂഗിൾ പിക്സലിലായിരുന്നു ആദ്യം ഈ ഫീച്ചർ വന്നത്. ഇപ്പോൾ ഇതാ സാംസങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. എന്റെ കയ്യിലിരിക്കുന്നത് ഒരു S26 അൾട്രയും ഒരു ഐഫോൺ 15 Pro Maxും ആണ്. S26 അൾട്ര ലേറ്റസ്റ്റ് 1UI 8.5 ഇരിക്കുന്നത്. പേഴ്സണലി ഞാൻ S25ലും S26ലും ഈ ഫീച്ചർ കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള മോഡലുകളിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എന്തായാലും ഗ്രാജുവലി എല്ലാ ഫോണുകളിലേക്കും ഈ ഫീച്ചർ വരുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ഫോണിൽ ഈ ഫീച്ചർ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോണിൽ ക്വിക്ക് ഷെയർ എടുത്തിട്ട് അതിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ ഷെയർ വിത്ത് ആപ്പിൾ ഡിവൈസസ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എയർ ഡ്രോപ്പ് സപ്പോർട്ട് ആവും. അപ്പോൾ ആ സെറ്റിംഗ് ഒന്ന് ടേൺ ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളൊരു ഐഫോണിൽ നോർമലി എങ്ങനെയാണോ എയർ ഡ്രോപ്പ് വഴി ഫയൽ ഷെയർ ചെയ്യുന്നത് അതുപോലെ ഷെയർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ സാംസങ് ഫോണും അവിടെ കാണിക്കും. പിന്നെ സാധാരണ ഐഫോൺ ടു ഐഫോൺ എയർ ഡ്രോപ്പ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫോട്ടോസും ഫയൽസും എയർ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. ഷെയർ ചെയ്യുന്ന സമയത്ത് സാംസങ് ഫോണിൽ ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് കൊടുത്താൽ മാത്രം മതി. ഇനി തിരിച്ച് ഐഫോണിലേക്കാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ഐഫോണിലെ എയർ ഡ്രോപ്പ് സെറ്റിംഗ്സ് everyone for 10 minutes ആക്കി വെക്കണം. അപ്പോൾ സാംസങ്ങിൽ ക്വിക്ക് ഷെയറിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ ഐഫോണും കാണിക്കും. ബാക്കിയെല്ലാം നോർമലി ചെയ്യുന്ന പോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഫീച്ചർ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും. കാരണം മുന്നേ ഒരു ഫോട്ടോ ഫയലോ ഷെയർ ചെയ്യാൻ വേണ്ടി തേർഡ് പാർട്ടി ആപ്സ് യൂസ് ചെയ്യണമായിരുന്നു. പക്ഷേ വാട്സാപ്പ് പോലെയുള്ള ഈ തേർഡ് പാർട്ടി ആപ്സിൽ കൂടെ ഷെയർ ചെയ്യുന്ന സമയത്ത് HD ആക്കി അയക്കുകയാണെങ്കിൽ പോലും ഒറിജിനൽ ക്വാളിറ്റിയിലല്ല അപ്പുറത്ത് കിട്ടുന്നത്. പിന്നെ മൊബൈൽ ഡാറ്റയുടെ ആവശ്യം വരും, മറ്റേയാളുടെ നമ്പർ മേടിക്കേണ്ട ആവശ്യം വരും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇനി അങ്ങനെയല്ല, സാംസങ്ങിൽ എടുത്ത ഫോട്ടോ ആണെങ്കിലും ഐഫോണിൽ എടുത്ത ഫോട്ടോ ആണെങ്കിലും അതേപടി ക്ലാരിറ്റി ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് വഴി ഷെയർ ചെയ്യാൻ പറ്റും ഇനി മുതൽ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എന്തായാലും നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫ്രണ്ട്സിനും ആപ്പിൾ ഫ്രണ്ട്സിനും അയച്ചു കൊടുത്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.